ഈ നിങ്ങൾക്ക് കാര്യങ്ങളെ പോസിറ്റീവ് കാണേണ്ട ദിവസമാണ് ഇന്ന്. പുതിയ സ്ഥാനലബ്ധിക്ക് രാജീവ് ചന്ദ്രശേഖരൻ അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ട ദിവസമാണ്. എങ്കിലും ഒരു ഡിബേറ്റ് എന്നുള്ളതിലേക്ക് നമ്മൾ കാര്യങ്ങളെ ക്രിട്ടിക്കലായി തന്നെ കാണണമല്ലോ. വി പി, താങ്കൾക്ക് സമ്മതിക്കാൻ കഴിയില്ലെങ്കിലും താങ്കൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം, പി മുരളീധരൻ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ എന്ന ഔദ്യോഗിക പക്ഷവും കൃഷ്ണദാസ് പക്ഷവും തമ്മിലെ ഇന്റേണൽ ഫ്യൂഡ്, ചേരിപ്പോര്, അത് താഴെത്തട്ട് വരെ ഉണ്ട് താനും. അത് പ്രകടമായി പലയാറും നമ്മൾ കണ്ടതാണ്, പാലക്കാട് അടക്കം. ഒരുപക്ഷെ അതിനെ മറികടക്കലാവില്ലേ പുതിയ അധ്യക്ഷന് മുന്നിലെ ആദ്യ വെല്ലുവിളി, ശ്രീ വി പി? അല്ല, ബി ജെ പിയിൽ ഒരു ഗ്രൂപ്പേ ഉള്ളൂ. അത് ജെ പി നഡ്ഡ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്ന സംവിധാനം മാത്രമാണ്. അതിലപ്പുറമൊന്നുമില്ല. പിന്നെ പല വിഷയങ്ങളിലും പല നേതാക്കന്മാരും തമ്മിൽ അഭിപ്രായ ഐക്യവും ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവും. അപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ബി ജെ പിയുടെ സ്വഭാവം. ഇതിലൊക്കെ ഉപരിയായി പാർട്ടിക്ക് 2 സീറ്റായിട്ട് പാർട്ടി പാർലമെൻറ്റിൽ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയപ്പോഴും പാർട്ടി കേവല ഭൂരിപക്ഷത്തോടെ ഇന്ത്യ ഭരിച്ചപ്പോഴും ഇന്ന് ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യ ഭരിക്കുമ്പോഴും ഞങ്ങൾ 1980 ഏപ്രിൽ മാസം 6-ാം തീയതി രൂപീകരിച്ച ദിവസം മുതൽ ഇന്ന് വരെ ഓരോ നിശ്ചിത കാലാവധിക്കും, തുടക്കത്തിൽ അത് 2 വർഷമായിരുന്നു, അത് പിന്നീട് 3 വർഷമാക്കി. ഓരോ 2 വർഷം കൂടുമ്പോൾ നേരത്തെയും ഇപ്പോൾ ഓരോ 3 വർഷം കൂടുമ്പോഴും ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തിയും അഭിപ്രായ ഐക്യം സ്വരൂപിച്ചും ഞങ്ങൾ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ഞങ്ങളെ പദവികളിൽ സ്ത്രീകൾക്ക് സംവരണമുണ്ട്, പട്ടികജാതി വിഭാഗങ്ങൾക്ക് സംവരണമുണ്ട്, അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളെ ഞങ്ങൾ ഉൾക്കൊള്ളും. അങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ട് എല്ലാവർക്കും അർഹമായ പരിഗണന കൊടുത്ത് മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയാണ്. അതാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം. സമ്പൂർണ്ണമായ ജനാധിപത്യം നടപ്പിലാക്കിയത് കൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ വനിതകൾ സംസ്ഥാന അധ്യക്ഷന്മാരാകും, റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന അധ്യക്ഷന്മാരാകും, അതുപോലെ തന്നെ സാഹിത്യ മേഖലയിൽ നിന്നും വന്ന ആളുകളാകും, തികച്ചും രാഷ്ട്രീയക്കാരാകും, ഇങ്ങനെ പല മേഖലയിൽ നിന്നും വന്ന ആളുകളാകും. ഇപ്പോൾ ഒരു ബിസിനസ് മേഖലയിൽ നിന്നും കർണാടകയിൽ നിന്നും രാജ്യസഭയിലേക്ക് 3 തവണ എത്തി കേന്ദ്ര മന്ത്രിസഭയിൽ മന്ത്രിയായി മലയാളിയായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിച്ച് കേവലം 14,000 വോട്ടിന് മാത്രം തോറ്റ വ്യക്തി ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നു. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റൂട്ടീൻ പ്രോസസ്സാണ്. ഇത് ഞങ്ങൾക്കൊരു റുട്ടീൻ പ്രോസസ്സാണ്. ബാക്കിയുള്ളവർക്ക് ഇത് എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്കിതൊരു റുട്ടീൻ പ്രോസസ്സാണ്. ഞങ്ങൾക്കിതൊരു വലിയ സംഭവമല്ല. ഇനിയിപ്പോൾ അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അഖിലേന്ത്യാ അധ്യക്ഷനെ തിരഞ്ഞെടുക്കും. അതും ഒരു റുട്ടീൻ പ്രോസസ്സാണ്. ആ അഖിലേന്ത്യാ അധ്യക്ഷൻ വരുമ്പോഴും ഈ ഇന്ത്യയിലെ രാഷ്ട്രീയ നിരീക്ഷകന്മാരും മാധ്യമങ്ങളും ഞെട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം പറ്റാത്ത ഒരു വ്യക്തിയായിരിക്കും. നമ്മുടെ നടപ്പ് രീതികളിൽ നിന്ന് വ്യത്യാസമാണ്. ഇപ്പോൾ കെ സുരേന്ദ്രന് അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി രാഷ്ട്രീയമാണ്. ഇപ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി രാഷ്ട്രീയമാണ്. VD സതീശന്, രമേശ് ചെന്നിത്തലയ്ക്ക്, കെ സുധാകരന്, CPM-ന്റെ PB അംഗങ്ങൾക്ക്, BJP-യുടെ പ്രധാനപ്പെട്ട താങ്കൾക്ക് അഡ്വക്കേറ്റ് VP ശ്രീധരൻ, താങ്കളുടെ പ്രയോറിറ്റി വക്കീൽ പണിയാണോ രാഷ്ട്രീയമാണോ വെച്ചാൽ താങ്കൾക്ക് പ്രയോറിറ്റി രാഷ്ട്രീയമാണ് അല്ലേ? ഇന്ന് പറയുന്നത് പോലെയും അല്ലല്ലോ. ഇപ്പോൾ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥൻ, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനലിൻ്റെ ഉടമ, അല്ലെങ്കിൽ രാജ്യമൊട്ടാകെ മറ്റു ചാനലുകളുടെ ഒക്കെ പങ്കാളിത്തമുള്ള ഒരാൾ, വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമ, അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി രാഷ്ട്രീയമാകുമോ അദ്ദേഹത്തിൻ്റെ കച്ചവടമാകുമോ ശ്രീ VP ശ്രീധരനാഥൻ? ശ്രീ സുരേഷ് ഗോപി കേരളത്തിനുള്ള MP ആണ്, കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ഒരു സിനിമാ നടനാണ്. ശ്രീ വിനോദ് ഖന്ന പഞ്ചാബിലെ ജലന്ധറിൽ നിന്നും 2 തവണ ജയിച്ച് 2 തവണ കേന്ദ്രമന്ത്രി ആയ ആളാണ്. അദ്ദേഹവും ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു സിനിമാ നടനാണ്. ശ്രീമതി ഹേമമാലിനി മധുരയിൽ നിന്നും 3-ാം തവണ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുകയാണ്. അവരൊരു സിനിമാ നടിയാണ്, സർവോപരി അവരൊരു നർത്തകിയാണ്. ഇങ്ങനെ ടെലിവിഷൻ പേഴ്സണാലിറ്റി ആയിരുന്ന ശ്രീമതി സ്മൃതി ഇറാനി, അവർ BJP-യിൽ വന്നു, രാജ്യസഭയിൽ വന്നു, ലോക്സഭയിൽ ജയിച്ചു, അവർ കേന്ദ്രമന്ത്രിയായി. ഇങ്ങനെ സമൂഹത്തിന്റെ നാനാ വിഭാഗത്തിൽ പറയുന്ന എല്ലാ ഉദാഹരണവും പാർലമെന്ററി രംഗത്തേക്കുള്ളതാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ നല്ല മന്ത്രി എന്ന് പേരെടുത്ത ആൾ കൂടിയാണ്. അദ്ദേഹം രാജ്യസഭ വഴി വന്ന ആളാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നതും ഒരു ജനപ്രതി എന്ന് പറയുന്നത് രണ്ടല്ലേ? രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അടിത്തട്ട് വരെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു മെയ്വഴക്കം ഉണ്ടാവണം, അതിനെ കൈകാര്യം ചെയ്യാൻ ഒരു രാഷ്ട്രീയക്കാരൻ എപ്പോഴും ഉണ്ടാവുന്ന നൈസർഗികമായ ഒരു സിദ്ധി ഉണ്ടാവണം.
അതൊക്കെ ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത കേവലം ഒരു 40 ദിവസങ്ങൾ മാത്രം തിരുവനന്തപുരത്ത് വന്ന് പ്രവർത്തിച്ച കേരളത്തിലെ രാഷ്ട്രീയ പരിചയമുള്ള ഒരാൾക്ക് എളുപ്പത്തിൽ കഴിയുമെന്ന് താങ്കൾ പറയുകയാണോ VP? 18 വർഷം രാജ്യസഭയിൽ ഇരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. 18 വർഷം അദ്ദേഹം ഇന്ത്യൻ രാജ്യസഭയിൽ കർണാടകയിലെ നിന്നും തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട്, നോമിനേറ്റഡ് ആയിട്ടല്ല, ഇലക്ഷനിൽ ജയിച്ചിട്ടാണ് അദ്ദേഹം 18 വർഷം രാജ്യസഭയിൽ ഇരുന്നത്. 18 വർഷം പാർലമെൻ്ററി പാരമ്പര്യമുള്ളൊരു വ്യക്തിക്ക് രാഷ്ട്രീയ മെയ്വഴക്കമില്ല എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പാർട്ടിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ആ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്.